ഹലോ, ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പീസ് ആയാലും അപ്പോൾ 4 ഐറ്റംസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് വെന്തതിന് ശേഷം ഉള്ളിത്തണ്ട് ഒരു 3-4 എണ്ണ ഇട്ടിട്ടുള്ളൂ, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് വെന്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ഒരു പഴം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു തക്കാളിൻ്റെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉള്ളീൻ്റെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു എഗ്ഗ് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടേ ഉള്ളൂ, അധികം കടിക്കാൻ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മയണൈസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലോട്ട് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന് മുകളിൽ മറ്റൊരു ബ്രെഡ് വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പാനിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സാൻഡ്വിച്ച് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1/4 കപ്പ് മൈദപ്പൊടി എടുക്കുക. അതിലോട്ട് ഒരു എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം, മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ വൈറ്റ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ലൂസ് പരുവത്തിലാവുന്ന വിധത്തിൽ വേണം നമ്മളെ ഈ മാവ് ഈ ഒരു രീതിയിൽ വേണം. ഇനി നമുക്കിത് പാനിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി അടുത്തത് ഞാൻ ചുട്ടെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ ചുടാം. അപ്പോൾ നമ്മളെ ദോശകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിൽ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ദോശ എടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് അല്ലാതെ മാറ്റി വെച്ചിട്ടുള്ള മാവില്ലേ, അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങിനെ നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കാനാണ്. ഇതിപ്പോൾ വെജിറ്റബിൾ റോളാണ്. അപ്പോൾ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുള്ള ആ ഫില്ലിങ് എടുക്കുക. എന്നിട്ട് ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഒരു കാരക്ക എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഈ കുരു ഒന്ന് പോക്കിയിട്ട് അതിന് പകരമായിട്ട് കാഷ്യൂ നട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുക. ഇനി കുറച്ച് പഴത്തിൻ്റെ മിക്സ് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ആ കാരക്ക വെച്ചിട്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതാ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്ക്വയർ ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള മാവ് നമ്മൾ എഗ് മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദോശമാവിൽ വെച്ചിട്ട് റോളാക്കിയതും എഗ് മിക്സിൽ മുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഫസ്റ്റ് പഴത്തിൻ്റെ ആ ഒരു ബോളില്ലേ, അതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പം വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ റോള് പൊരിച്ചെടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം നമ്മൾ മറിച്ചിടുക.
എന്നിട്ട് നമ്മളിത് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള മുഴുവനും നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ 2 പൊരിക്കുന്നത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. വെജിറ്റബിൾ റോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് എടുക്കുക. ഒരു ഭാഗം അതിന് ശേഷം മറിച്ചിടുക. അപ്പോൾ നമ്മളെ എല്ലാ റെസിപ്പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്